അപ്പോ ഇത് ആരോഗ്യം കിട്ടും റമദാൻ കൊണ്ട് എന്ന് വളരെ വ്യക്തമായ ശാസ്ത്രം തെളിയിക്കുന്നു. ഈ തെളിയിക്കപ്പെടുന്നതിന് 1400 വർഷങ്ങൾക്ക് മുൻപ് സൂമോ തസ്വിഹു എന്ന് മഹാനായ ഹബീബായ സയ്യിദ്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ സർവ്വലോക ശാസ്ത്രജ്ഞന്റെ വരികൾ പിന്നെയും തെളിഞ്ഞു വരുന്ന രംഗം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എങ്ങനെയാണ് ഇനി ആരോഗ്യ സംരക്ഷണം നടക്കുന്നത്? ഇതേപ്പറ്റി വളരെ ഗഹനമായ പഠനം നടത്തിയ 4 ശാസ്ത്രകാരന്മാരാണ് ഡോക്ടർ ജാക്ക് ഗോൾസ്റ്റെയിൻ, ഡോക്ടർ ഹെർബർട്ട് എം ഷെൽട്ടൺ, ഡോക്ടർ ജോഫിൽ ഡങ്കൻ, ഡോക്ടർ ലിയോ ബ്ലൂം എന്നിത്യാദിയുള്ള യൂറോപ്യന്മാരായ ഡോക്ടേഴ്സ് 4 പേർ വളരെ ഗഹനമായി ഈ വിഷയത്തെ പഠിച്ചവരാണ്. ഡോക്ടർ ഹെർബർട്ട് എം ഷെൽട്ടൺ അദ്ദേഹം ഈ വിഷയത്തെ പറ്റി പഠിച്ചുകൊണ്ട് ഏതാണ്ട് 40,000-ഓളം ആളുകളിൽ 50ഓളം വർഷങ്ങൾ തുടർച്ചയായി പരീക്ഷണങ്ങൾ നടത്തിയ ആളാണ് ഡോക്ടർ ഹെർബർട്ട് എം ഷെൽട്ടൺ. 40,000 രോഗികളിൽ 50 വർഷത്തെ തുടർച്ചയായ പഠനങ്ങൾ കൊണ്ട് അദ്ദേഹം തെളിയിച്ചു, ഫാസ്റ്റിംഗ് ക്യാൻ സേവ് യുവർ ലൈഫ്. വ്രതത്തിന് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഈ തെളിയിക്കപ്പെട്ട വസ്തുത ഇതേ പേരിൽ തന്നെ അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. ഡോക്ടർ ഹെർബർട്ട് എം ഷെൽട്ടൺ എന്ന ക്രൈസ്തവ സഹോദരനായ ഡോക്ടർ, യൂറോപ്യൻ ഡോക്ടർ, വ്രതത്തിന് നിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചവരാണ്. 40,000 രോഗികളിൽ 50ഓളം വർഷം എടുത്ത പരിശോധനകളും പഠനങ്ങളുമാണ് അദ്ദേഹത്തെ ഈ വിഷയത്തിലേക്ക് എത്തിച്ചത്. ഡോക്ടർ ലിയോ ബ്ലൂം ജോർജിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഡോക്ടർ ജോഫിൽ ഡങ്കൻ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലാണ്. എന്നിവയുള്ള ഭൗതിക ശാസ്ത്ര വിദഗ്ധർ ഇവർ തെളിയിക്കുകയാണ് വിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ് കൊണ്ട് ശാരീരിക ഗുണങ്ങളുണ്ട്, ആരോഗ്യം നിലനിർത്താൻ പറ്റും. ആ പഠനങ്ങളിലേക്ക് നാം ഒന്ന് കടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് മഹാരഥന്മാർ നോമ്പിന്റെ ഗുണങ്ങളെ പറ്റി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഹിപ്പോക്രാറ്റസ് പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ ആരോഗ്യ ബന്ധുവിൽ വിവിധ കാലദൈർഘ്യത്തോടു കൂടിയ ഉപവാസം മൂലം തീവ്രമായതോ കാലപ്പഴക്കം ചെന്നതോ ആയ പല രോഗങ്ങളും വിട്ടുമാറുന്നതായി കാണുന്നു എന്ന് ആരോഗ്യ ബന്ധുവിൽ ആയുർവേദാചാര്യന്മാരുടെ മൂലഗ്രന്ഥം ആരോഗ്യ ബന്ധുവിൽ പറയുന്നുണ്ട്. ഹൃദ്രോഗത്തെയും ക്യാൻസറിനെയും ഒരു പരിധി വരെ തടയാൻ വ്രതത്തിന് സാധിക്കുമെന്ന് പഠിപ്പിക്കുന്നു ഡോക്ടർ എമേഴ്സൺ. വളരെ സുന്ദരമായ പഠനങ്ങൾ ഒരുപാട് ശാസ്ത്രകാരന്മാർ, മലയാളികളും അല്ലാത്തവരും ഒക്കെ ഈ വിഷയത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. വ്രതം മനുഷ്യ മനസ്സിലെ അസ്വസ്ഥതകൾ ഇല്ലാതാക്കുന്നതോടൊപ്പം മനുഷ്യനെ ആരോഗ്യപരമായും മാനസികമായും സംസ്കരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ വചനമാണ്. പിന്നീട് അങ്ങോട്ട് നാം ചിന്തിക്കുമ്പോൾ ഡോക്ടർ ജെറാൾഡ് സുപ്രസിദ്ധ ബിഷഗ്വരനാണ്. അദ്ദേഹം പറയുന്നു, ഇസ്ലാമിക വ്രതം ലോകം സാർവത്രികമായി അംഗീകരിച്ചിരുന്നുവെങ്കിൽ മനുഷ്യാരോഗ്യം എന്നുള്ളതിന്റെ ഇരട്ടിയാകുമായിരുന്നു. ഡോക്ടർ ജെറാൾഡിന്റെ വചനമാണ്. ഒരുപാട് മഹത്തുക്കൾ ഈ വിഷയത്തെ പറ്റി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒന്ന് ശ്രദ്ധിക്കണം, ഞാൻ നേരെ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. തുടർച്ചയായി 3 ദിവസത്തെ നോമ്പ് കൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ രക്തയോട്ടം കൂടുതൽ കിട്ടുന്നുണ്ട്. തുടർച്ചയായി 5 ദിവസം നിങ്ങൾ നോമ്പ് നോറ്റാൽ 5 ദിവസം കഴിയുന്നതോടെ നിങ്ങളുടെ ശരീരത്തിൽ രോഗപ്രതിരോധ വ്യവസ്ഥ ശക്തമാകും. 5 നോമ്പ് കഴിഞ്ഞാൽ രോഗപ്രതിരോധ വ്യവസ്ഥ ശക്തമാകും. രോഗാണുക്കളോട് പൊരുതാനുള്ള ശരീരത്തിന്റെ ശേഷി വർദ്ധിക്കും. പ്രത്യേകതയാണ്. ഇനി അങ്ങോട്ട് ചിന്തിക്കുമ്പോഴോ, വളരെ സുന്ദരമായ പഠനം അമേരിക്കയിൽ നടന്ന പഠനമാണ്. ഫാസ്റ്റ് ട്രീറ്റ് ഇൻ അമേരിക്ക. ഫാസ്റ്റ് ട്രീറ്റ് ഇൻ അമേരിക്ക, അമേരിക്കയിലെ നോമ്പ് ചികിത്സ. അതേപറ്റി കേട്ടിട്ടുണ്ടോ? അമേരിക്കക്കാർ നോമ്പിനെ പറ്റി പഠനം നടത്തുകയാണ്. അമേരിക്കൻസ് വിശുദ്ധ ഇസ്ലാമിന്റെ നോമ്പിനെ പറ്റി ഒരു പഠനം നടത്തുന്നു എന്ന് വെച്ചാൽ അത് ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അങ്ങനെ ഇല്ല. അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണ്, അല്ലെ? ഫാസ്റ്റ് ട്രീറ്റ് ഇൻ അമേരിക്ക, അമേരിക്കയിലെ നോമ്പ് ചികിത്സ. വളരെ സുന്ദരമായി എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. സ്വയസന്നദ്ധരായ 15ഓളം രോഗികളിൽ അവർ നടത്തിയ പഠനമാണ്. സ്വയസന്നദ്ധരായി നോമ്പ് പിടിക്കാൻ തയ്യാറായി വന്ന 15ഓളം ആളുകൾ, അവരിൽ അമേരിക്കക്കാർ നടത്തിയ പഠനത്തിൽ പറയുന്നു, ഇവരിൽ വിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള നോമ്പ് എന്നവർ പറയുന്നില്ലെങ്കിലും ഭക്ഷണപാനീയങ്ങൾ മുഴുവനുമായി വെടിഞ്ഞ് ഈ പറയുന്ന സമയത്തേക്കുള്ള നോമ്പ് കൊണ്ട് ഉണ്ടായ ശാരീരിക മാറ്റങ്ങൾ ഇവിടെ എണ്ണി പറയുകയാണ്. അവർ പറയുന്നു, ഓരോ 10 ദിവസം കഴിഞ്ഞപ്പോഴും ഈ നോമ്പ് പിടിച്ച ആളുകളുടെ ശരീരം ചില പ്രത്യേക ഘട്ടങ്ങളിലേക്ക് മാറുന്നതായി ഞങ്ങൾ കണ്ടെത്തി. ഓരോ 10 ദിവസം കഴിയുന്തോറും ശാരീരികമായ ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടെത്തിയത്രേ. ഇവിടെ ഓരോ 10 കഴിയുന്തോറും ആത്മീയ നേട്ടങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 പിന്നീടുള്ള 10 മഗ്ഫിറത്തിന്റെ 10 അവസാനത്തേത് യഖ്തുഖും മിനന്നാറിന്റെ 10 എന്നതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഒരു 10-10-10ന്റെ കണക്ക് അമേരിക്കൻ പഠനം പുറത്തുവിടുന്നു. ആദ്യത്തെ 10 ദിവസം തുടർച്ചയായി നോമ്പ് നോറ്റ ആദ്യത്തെ 10 ദിവസത്തിൽ സംഭവിച്ച മാറ്റം വളരെ വ്യക്തമായി റിസർച്ച് റിപ്പോർട്ട് പറയുകയാണ്. മനുഷ്യ ശരീരത്തിലെ നല്ലൊരു ശതമാനം രക്തത്തിൽ അലിയപ്പെട്ടിരുന്ന വിഷപദാർത്ഥങ്ങൾ പുറം കോശങ്ങളിലേക്ക് വരികയും പുറം കോശങ്ങളിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നതായി കണ്ടെത്തി.
ശരീരകോശങ്ങളിലുള്ള വിഷപദാർത്ഥം രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ട് രക്തത്തിൽ നിന്നും പിന്നീട് പുറം കോശങ്ങളിലെത്തി പുറം കോശങ്ങളിലൂടെ പുറത്തു പോകുന്നതായി കണ്ടെത്തി. അതിന് തെളിവായി കൊണ്ട് അവർ പറയുന്നു, റമദാൻ മാസത്തിലെ നോമ്പിനെ ഉദാഹരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ആദ്യത്തെ 10 ദിവസത്തെ വ്രതത്തിലൂടെ ഒരു മനുഷ്യന്റെ നാവെടുത്ത് പരിശോധിച്ചാൽ നാവിൽ ഒരു വെള്ള കോട്ടിങ് കാണാൻ പറ്റും. ആദ്യത്തെ 10 ദിവസം പ്രത്യേകിച്ചും നാവിൽ ഒരു വെള്ള കോട്ടിങ് കാണാം, വൈറ്റ് കോട്ടിങ് കാണാം. ഒരു കണ്ണാടി എടുത്ത് നാവ് പരിശോധിക്കുക, ആദ്യത്തെ 10 ദിവസം. ആ 10 ദിവസത്തിൽ ഇത് കൂടുതലായിരിക്കും. കാരണം മനുഷ്യ ശരീരത്തിൽ അലിഞ്ഞു ചേരപ്പെട്ടിരിക്കുന്ന വിഷപദാർത്ഥങ്ങൾ രക്തത്തിലൂടെ പുറം കോശങ്ങളിലെത്തി അത് പുറത്തേക്ക് തള്ളുന്നതിന്റെ സൂചനയാണത്. 2, റമദാൻ മാസത്തിൽ ആദ്യത്തെ 10 ദിവസം പ്രത്യേകിച്ചും വിയർപ്പ് കൂടുതലായിരിക്കും. വിയർപ്പ് കൂടുതലായിരിക്കും. മഴക്കാലത്താണ് നോമ്പെങ്കിലും നോമ്പല്ലാത്ത മഴക്കാലത്ത്, നോമ്പിന് മുൻപ് മഴ പെയ്തിട്ടുണ്ടാവാം, നോമ്പിന് ശേഷവും അല്ലെങ്കിൽ നോമ്പിന്റെ കാലഘട്ടങ്ങളിലും മഴ പെയ്തിട്ടുണ്ടാവാം. സംഭവം ഒരേ കാലാവസ്ഥയാണെങ്കിലും നോമ്പ് നോൽക്കുന്നത് കൊണ്ട് ഒരല്പം വിയർപ്പ് കൂടും. ചിന്തിച്ചിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. പ്രത്യേകിച്ചും പിന്നെ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുമ്പോ വേർക്കാറുണ്ട്, അതിങ്ങനെ അധ്വാനം കൊണ്ട്. അതല്ലാതെ ഒരു വേർപ്പുണ്ട്. നോമ്പിന്റെ സമയത്ത് ഒരല്പം വേർപ്പ് കൂടാറുണ്ട്. കാരണം ആ നോയമ്പ് കൊണ്ട്, വ്രതം കൊണ്ട് മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ സ്വേദരന്ധ്രങ്ങളിലേക്ക് വന്ന് തൊലിയിലൂടെ പുറത്തു പോകാനുള്ള ശ്രമം നടത്തും. മാത്രമല്ല ആ വിയർപ്പിന് ഒരല്പം കട്ടി കൂടുതലായിരിക്കും, തിക്ക് സ്വെറ്റ് ആയിരിക്കും. ആ വിയർപ്പിന് ഒരല്പം കട്ടി കൂടുതൽ, തൊട്ടാൽ ഒട്ടു അത്രേ. ഒരല്പം കട്ടി കൂടിയ വിയർപ്പിലൂടെ ശരീരത്തിൽ നിന്നും മാലിന്യങ്ങൾ പുറത്തു പോകുന്നതായി അമേരിക്കൻ പഠനം തെളിയിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 10 ദിവസം കൊണ്ട് ശരീരത്തിന് കിട്ടിയ മാറ്റം എന്താ? 1, മനുഷ്യ ശരീരത്തിൽ നാവിൽ അതിന് ഒരു വെള്ള കോട്ടിങ് കാണാൻ പറ്റുന്നുണ്ട്. ശരീരത്തിന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ പുറം കോശങ്ങളിലൂടെ പുറത്തു വരുന്ന കാഴ്ച കാണാൻ പറ്റുന്നു. അതോടൊപ്പം സ്വേദരന്ധ്രങ്ങളിലൂടെ വിയർപ്പായിക്കൊണ്ട് ശരീരത്തിനുള്ളിലുള്ള മാലിന്യങ്ങൾ പുറത്തു പോകുന്നു. വിയർപ്പിന്റെ ആധിക്യം ഈ നോമ്പ് കാലഘട്ടത്തിൽ കൂടുതലാണ്. പിന്നീട് ഈ 10 കഴിയുന്നതോടെ അടുത്ത 10ലേക്ക് പ്രവേശിക്കുന്നു. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10. ഇവിടെ എന്താ അതിന്റെ പേര് കൊടുത്തത്? പ്രോഗ്രസീവ് ഫേസ്, പുരോഗമന ഘട്ടം. ആദ്യത്തെ 10 അവർ കൊടുത്ത പേര് ഇനിഷ്യൽ ഫേസ്, പ്രാരംഭഘട്ടം. 2ാം 10 അവർ കൊടുത്ത പേര് പ്രോഗ്രസീവ് ഫേസ്, പുരോഗമന ഘട്ടം. അതിങ്ങനെ പുരോഗമിക്കുകയാണ്. ഈ മാലിന്യ നിർമ്മാർജ്ജനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരോഗമിക്കുന്നത് എത്രത്തോളം എന്നാൽ ആ മനുഷ്യന്റെ ശരീരത്തിനുള്ളിലുള്ള മൃതകോശങ്ങളും അനാവശ്യമായ കൊഴുപ്പും അതോടൊപ്പം കഫാധിക്യവും കുറയുന്നതായി കണ്ടെത്തി. മൃതകോശങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. മൃതകോശങ്ങൾ, മരിച്ചു കിടക്കുന്ന കോശങ്ങളുണ്ട് അത്രേ, അതൊക്കെ പുറത്തു പോവാണ്. ഈ മൃതകോശങ്ങളെ കളയാൻ പറ്റുന്ന മെത്തേഡാണ് തേച്ചൊരച്ചുള്ള കുളി. ബോഡിയിൽ തേച്ചൊരച്ച് കുളിക്കണം. പ്രത്യേകിച്ച് റമദാൻ മാസമൊക്കെ ആദ്യത്തെ 10 വിയർപ്പ് കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ രാത്രിയിൽ ഒന്ന് തേച്ചൊരച്ച് കുളിക്കണം. വെറുതെ കുളിച്ചാൽ പോരാ, തേച്ചൊരച്ച് കുളിക്കണം, അല്ലെ? അങ്ങനെ സ്ക്രബ് ചെയ്ത് കുളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രബിംഗ് കൊണ്ട് മൃതകോശങ്ങൾ ഇളകിപ്പോകും. ശരീരത്തിന്റെ യുവത്വം കിട്ടും, കോശങ്ങൾക്ക് യുവത്വം കിട്ടും. ചില ആൾക്ക് മടലൊക്കെ ഇട്ട് തേച്ച് വെച്ചാലേ പോകുള്ളായിരിക്കും. ആ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ടാവും, അല്ലെ? അപ്പൊ സ്ക്രബ് ചെയ്ത് കുളിക്കണം. അത് മാത്രമല്ല, റമദാൻ മാസത്തിൽ ഇടയത്താഴത്തിനോടനുബന്ധിക്കുന്ന സമയത്ത് പ്രഭാതത്തിന് മുൻപായി കുളിക്കൽ സുന്നത്തുമാണ്. ഒരു സുന്നത്തും കിട്ടും. ഈ കുളി വിയർപ്പ് കൂടുതലായി ഉണ്ടായി മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട് മൃതകോശങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് ആ ശരീര കോശങ്ങൾക്ക്, തൊലിക്ക് യുവത്വം കിട്ടാനും ഒരു പ്രസരിപ്പ് കിട്ടാനും ഒക്കെ ഇത് കാരണമാകുന്നുണ്ട്. 2ാം ഘട്ടമാകുന്ന പ്രോഗ്രസീവ് ഫേസിലാണെങ്കിൽ ശരീരം കൊഴുപ്പ് കൊണ്ട് നിറയപ്പെട്ട ശരീരത്തിൽ കൊഴുപ്പിന്റെ ആധിക്യം കുറയും, കഫാധിക്യം കുറയും, രോഗമൃതകോശങ്ങളും കുറയും. കഫാധിക്യം ശരിക്കും കുറയുന്ന സമയമാണ് 2ാം 10. ഒരു മനുഷ്യനിൽ നിന്ന് നോമ്പ് തുടങ്ങിയാൽ, റമദാൻ മാസത്തിലെ നോമ്പ് തുടങ്ങിയാൽ 20 ദിവസം എത്തുന്നതോടെ കഫശല്യം മുഴുവനായി മാറിയിട്ടുണ്ടാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 20 ദിവസം ആദ്യം തുടങ്ങിയാൽ പിന്നെ അങ്ങ് കഫ് ഇളകാൻ തുടങ്ങും. സൈനസൈറ്റിസിനും മറ്റൊക്കെ കാരണമാകുന്ന കെട്ടിക്കിടക്കുന്ന അനാവശ്യമായ മ്യൂക്കസ് അത് ഇളകി അങ്ങ് വരും. വായിലൂടെ വന്നിട്ട് തുപ്പിക്കളയാറുണ്ട്, അല്ലെ? അങ്ങനെ കഫാധിക്യം കുറയുന്ന രംഗം റമദാൻ മാസത്തിലെ നോമ്പിന്റെ തുടക്ക രംഗങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പരിപൂർണമായും ഒരു കൊല്ലം കൊണ്ട് ഒരു മനുഷ്യന് സ്വാഭാവികമായും ഉണ്ടാവേണ്ട കഫാധിക്യം കുറയാൻ 20 ദിവസം മതി. 21ാം ദിവസവും 22ാം ദിവസവും ഒക്കെ കഫ ഇളകി വരുന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? അയാൾക്ക് ശാരീരികമായി കിട്ടേണ്ടിയിരുന്ന റമദാൻ മാസം 2 മാസം മുൻപേ വരേണ്ടിയിരുന്നു. മനസ്സിലാക്കണം. അത്രത്തോളം ഓരോ വിഷയങ്ങൾക്കും പ്രാധാന്യമുണ്ട്, ഓരോ സമയത്തിനും പ്രത്യേകതയുണ്ട്. 2ാം 10 കഫാധിക്യം കുറയുന്നു, കൊഴുപ്പിന്റെ അംശം കുറയുന്നു, മൃതകോശങ്ങളും രോഗബാധിതമായ കോശങ്ങളും ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നു. 3ാമത്തെ 10 എത്തുക്കും മിനന്നാർ, നരകമോചനത്തിന്റെ 10 എന്ന പേരിനെ പോലും ദ്യോതിപ്പിക്കുന്ന തരത്തിൽ അമേരിക്കൻ സ്റ്റഡി അവരിട്ട പേര് റിക്കവറി ഫേസ്, രക്ഷപ്പെടലിന്റെ 10. 3ാമത്തെ ഫേസ് ആണ് റിക്കവറി ഫേസ്, രക്ഷപ്പെടുന്ന ഘട്ടം. അത് അവസാനത്തെ 10. അവിടെ സംഭവിക്കുന്നത് ബോഡി ഹാൾസ് ഇമ്പോർട്ടന്റ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്, ത്രോയിങ് ഔട്ട് ടോക്സിൻസ് ആൻഡ് ഓൾ ദി ടിഷ്യൂസ്. അവസാനം
ബോഡിക്ക് ആവശ്യമുള്ള, ശരീരത്തിന് ആവശ്യമുള്ള വിറ്റാമിനുകളും മിനറലുകളും ആദ്യത്തെ 2 പത്തുകളിൽ മാലിന്യങ്ങൾ പോകുന്ന കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ആ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശേഷം ശരീരം ആവശ്യമുള്ള ധാതു ലവണങ്ങളെയും വിറ്റാമിനുകളെയും പിടിച്ചു നിർത്തിക്കൊണ്ട് അവസാനത്തെ ക്ലീനിങ് പ്രോസസ് നടത്തുന്ന സമയമാണ് ലാസ്റ്റ് 10, റിക്കവറി ഫേസ്, രക്ഷപ്പെടലിന്റെ 10. അങ്ങനെ 3ാമത്തെ 10 കഴിയുന്നതോടെ, അഥവാ റമദാൻ മാസത്തിന്റെ അവസാനത്തിൽ എത്തുന്നതോടെ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ടോക്സിക് ലോഡ്, വിഷാദിക്യം ഗണ്യമായി കുറയുന്നതായി കണ്ടെത്താൻ പറ്റും. വിഷാദിക്യം നന്നായി കുറയുന്നുണ്ട്. ടോക്സിക് ലോഡ് ഓഫ് ദ ബോഡി ഡിക്രീസസ്. അതോടൊപ്പം മനുഷ്യ ശരീരത്തിലെ ഓരോ കോശത്തിന്റെയും കാര്യക്ഷമത, എഫിഷ്യൻസി വർദ്ധിക്കുന്നതായി കാണാൻ പറ്റും. 2 ഗുണങ്ങൾ: ടോക്സിക് ലോഡ് ഓഫ് ദ ബോഡി ഡിക്രീസസ്, എഫിഷ്യൻസി ഓഫ് ഈച്ച് സെൽ ഇൻക്രീസസ്. ശരീരത്തിലെ ഓരോ കോശങ്ങളുടെയും കാര്യക്ഷമത വർദ്ധിക്കുന്നു, ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഉണ്ടായിരുന്ന വിഷാദിക്യം കുറയുകയും ചെയ്യുന്നു. വിശുദ്ധ റമദാൻ മാസം, വിശുദ്ധ ശവ്വാലിന്റെ പൊന്നമ്പിളി എന്ന് കാണുമ്പോഴേക്കും ആത്മീയമായ ഉന്നതി കൈവരിക്കുന്നതോടൊപ്പം തന്നെ ശാരീരികമായും യഥാർത്ഥ യുവത്വത്തിലേക്ക് തിരിച്ചു വന്ന ഒരവസ്ഥയുമായി കൊണ്ട് നമുക്ക് വിശുദ്ധ ശവ്വാലിനെ വരവേക്കാൻ പറ്റുന്ന സുന്ദരമായ ശാസ്ത്രീയ വസ്തുതകൾ റമദാൻ മാസത്തിലുണ്ടെന്ന് കണ്ടെത്താം. ലികുല്ലി ഷൈഇൻ സകാത്ത്, സകാത്തുൽ ജസദി അസ്സൗം. ഈ ഹദീസ് ഒന്ന് കാണണം. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ലികുല്ലി ഷൈഇൻ സകാത്ത്, എല്ലാ സാധനങ്ങൾക്കും സക്കാത്ത് ഉണ്ട്. സക്കാത്തുൽ ജസദി അസ്സൗം, ശരീരത്തിന്റെ സക്കാത്താണ് നോമ്പ്. സക്കാത്ത് കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താ? സമ്പത്തിലുണ്ടാകുന്ന, പണത്തിലുണ്ടാകുന്ന സക്കാത്ത് എന്താ? പണത്തിലെ മാലിന്യങ്ങളെ കഴുകി വൃത്തിയാക്കലാണ്. സക്കാത്തുൽ ജസദി അസ്സൗം, ശരീരത്തിന്റെ സക്കാത്താണ് നോമ്പ്. ശരീരത്തിലെ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യലാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഇതുമായി ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ തോന്നിപ്പോവാണ്. അത്രത്തോളം ടോക്സിക് ലോഡ് ഓഫ് ദ ബോഡി കുറയ്ക്കാൻ, മനുഷ്യ ശരീരത്തിലെ വിഷാദിക്യം കുറയ്ക്കാൻ ഈ നോമ്പ് കൊണ്ട് സാധിക്കുന്നുണ്ട്. എങ്കിൽ അത് കൊല്ലത്തിൽ ഒരിക്കലാക്കുന്നു എന്തിനാ? ആഴ്ചയിൽ 2 തവണയുള്ള ഈ ക്ലീനിങ് പ്രോസസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിൽ ഒരു കൊല്ലത്തിൽ റമദാൻ മാസത്തിൽ കഴുകിക്കളയാനുള്ള വിഷാദിക്കൊന്നും ഉണ്ടാവില്ല. തിങ്കളാഴ്ച ദിവസത്തെയും വ്യാഴാഴ്ച ദിവസത്തെയും സുന്നത്ത് നോമ്പുകൾ, തിങ്കളാഴ്ചയിലെയും വ്യാഴാഴ്ചയിലെയും സുന്നത്ത് നോമ്പുകൾ നോക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് റമദാൻ മാസത്തിലെത്തുമ്പോൾ കഴുകി വൃത്തിയാക്കാൻ മാത്രമുള്ള അഴുക്കുണ്ടാവില്ല. കൊല്ലത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യുന്ന വീടും ആഴ്ചയിൽ 2 ദിവസം വെച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. എന്നതുപോലെ ആ ശരീരത്തിലെ ഒരാഴ്ചയിലുള്ള ക്ലീനിങ് പ്രോസസ്സാണ് ആഴ്ചയിലെ 2 ദിവസത്തെ നോമ്പെന്ന് കാണാം. സാധിക്കുന്നവർക്കൊക്കെ അത് പിടിക്കാൻ പറ്റും. അല്ലാഹു അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെയും നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്.